നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. മിസ് ഇന്ന് വന്നിരിക്കുന്നതേ സംവാദമായിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ എക്സാം എടുക്കാറായപ്പോ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് എഴുതേണ്ടതെന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആണ് മാർക്ക് ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകിക്കാതെ നമ്മളെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ മിസ്സിന് പറയാനുള്ള ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അവർക്കും കൂടെ എത്തിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ മിസ്സിന്റെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ സംവാദം. പദ്ധതിയുടെ ഡയറക്ടർ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തോടെ ഞാൻ കമ്പ്യൂട്ടറിനെ മറികടന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിച്ച വിക്ഷേപണം ആരംഭിച്ചു. വിക്ഷേപണം പരാജയപ്പെടുകയും ഉപഗ്രഹ വാഹനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്തു. കലാമിന്റെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ നടക്കുന്ന സംവാദത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കൂ. അപ്പം സംവാദം, ഓപ്പോസിറ്റ് എതിർ ടീമും അതേപോലെ തന്നെ എന്താണ്, നല്ലത് പറയുന്നവരുണ്ടായിരിക്കും, അതിന് മോശം വശം പറയുന്നവരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കി നോക്കിയാലോ. കുട്ടികൾ 2 ഗ്രൂപ്പായി തിരിഞ്ഞ് സംവാദത്തിൽ ഏർപ്പെടുക. കലാമിന്റെ പ്രവൃത്തിയോട് യോജിക്കുന്ന ഒരു ഗ്രൂപ്പും വിയോജിക്കുന്ന ഒരു ഗ്രൂപ്പും 2 ഗ്രൂപ്പും അവരവരുടെ വാദഗതികൾ അവതരിപ്പിക്കുക. 1-2 കുട്ടികളുടെ ഒരു മോഡറേറ്റർ പാനൽ സംവാദം നിയന്ത്രിക്കട്ടെ. ഓക്കെ, അപ്പം അവരെ എന്താ പറയുന്നത്, വിയോജിക്കുന്നവരും അതേപോലെ തന്നെ എന്താണടാ യോജിക്കുന്നവരും ആയിട്ടായിരിക്കും അല്ലെ. വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഇങ്ങനെ 2 ടീമായിട്ടാണ് സംവാദം നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നോക്കാം അല്ലെ. വിയോജിക്കുന്ന വാദഗതികൾ. കമ്പ്യൂട്ടറിനെ മറികടക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇത്രയും ഭീകരമായ നഷ്ടം വരും എന്ന് ചിന്തിക്കാതെ പ്രവർത്തിച്ചു. തിരക്കു കൂട്ടാതെ വിക്ഷേപണം മാറ്റിവെക്കാമായിരുന്നു. ഇതൊക്കെ എന്താണ്, വിയോജിക്കാവുന്ന വാദഗതികളാണ് അല്ലെ. ഇനി യോജിക്കാവുന്ന വാദഗതികൾ എന്തൊക്കെയാ നോക്കിയാലോ. ഒരു പദവിയിൽ ഇരിക്കെ തെറ്റോ ശരിയോ നോക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കലാമിന്റെ തീരുമാനത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, വിദഗ്ധരോട് ആലോചിച്ചാണ് ഈ തീരുമാനം എടുത്തത്. പിന്നീട് അദ്ദേഹം തന്നെ ഈ പദ്ധതി വിജയിപ്പിച്ചതിലൂടെ ആദ്യ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആയിരുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പം യോജിക്കുന്നവരുടെയും വിയോജിക്കുന്നവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഇതേപോലെ നിങ്ങളോട് ഒരു സംവാദം ഏർപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാല്, ചോദ്യാവലി തയ്യാറാക്കാൻ പറഞ്ഞാല് നിങ്ങൾ തയ്യാറാക്കുമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ ബൈ.